യാവനു
their lives. Because their widows were neglected in the daily distribution. Then when the 12 summoned the multitude of the disciples and said, "It is not desirable that disciples should leave the word of God and serve the tables. Therefore, brethren, seek out for you among you there are 7 men of good reputation, full of the Holy Spirit and wisdom, whom we may appoint over this business. But we will give ourselves continually to prayer and to the ministry of the word." And the saying pleased the whole multitude. And they chose Stephen, a man full of faith in the Holy Spirit, and Philip, Prochorus, Nicanor, Timon, Parmenas, and Nicholas, a proselyte from the Antioch, whom they set before the apostles. And when they had prayed, they laid hands on them. Then the word of God spread, and the number of the disciples multiplied greatly in Jerusalem, and a great many increase were obedient to the faith of Wherefore, my dearly beloved, free from idolatry, I speak as to wise men, judge ye what I say. The cup of blessing which we bless, is it not the communion of the blood of Christ? The bread which we break, is it not the communion of the body of Christ? For we being many are one bread, and one body, for we all are partakers of that one bread. Behold, Israel after the flesh, are they now which they eat of the sacrifices partaken on the altar? What say I then, that the idol is anything, or that which is offered in sacrifice to idols is anything? But I say, that the things which the Gentiles sacrifice, they sacrifice to devils and not to God. And I would not ye should have fellowship with devils. You cannot drink from the cup of the Lord and the cup of the devils. You cannot be partaker of the Lord's table and the table of the devils. Do we provoke the Lord for jealousy? Are we stronger than he? All things are lawful for me, but all things are not expedient. All things are lawful for me, but all things edify not. രക്ഷാസുവിശേഷത്തിൽ നിന്നും
നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. Matthew chapter 10 verses 5 to 16. യേശു തമ്പുരാൻ 12 ശിഷ്യന്മാരെ അയച്ചവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ ചെല്ലുക. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു പറയുക. രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക. നിങ്ങളുടെ മടിശീലങ്ങളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ വഴുകി പൊക്കണമോ, രണ്ടുടുപ്പോ ചെരുപ്പോ പടിയോ കരുതരുത്. എന്തുകൊണ്ടെന്നാൽ വേലക്കാരത്തിന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലും ഗ്രാമത്തിലും കിടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിക്കുക. അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും അവിടെ തന്നെ താമസിക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ചെല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, അയോഗ്യമെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയും നിങ്ങളുടെ വചനം കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ ഭക്ഷണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലേക്ക് എടുത്തിട്ടിക്കളയുക. സത്യമായും സത്യമായും ഞാൻ പറയുന്നു, ന്യായവിധിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോമ്യരുടെയും ഗോമോരയുടെയും ദേശത്തിന് ആശ്വാസമുണ്ടാകും. ചെന്നായ്ക്കളുടെ നടുവിലെ കാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുക എന്ന് ഞാൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറക്കുമോ ശൈനോ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ ഇവിടെ സമർപ്പിക്കുവാൻ അടിയങ്ങളെ നിയോഗ്യമുള്ളവരാക്കണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പുണ്യമോ സ്വതുഹായ നൽകുന്ന ബലിയുടെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശ്വരാസങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട കാരണങ്ങളാൽ കുതിരപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്ന
ഉത്തമനെ ദൈവത്തോം നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മെശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവ് നൽകണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കമായി കളയണമേ. കർത്താവേ, കോടികളെ ഞങ്ങൾ കരുണാപൂർവം എടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ തന്റെ ആടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനായുള്ളവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്റെ മൊഴിയായി എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോട് നീ അർഹനാക്കി തീർക്കുകയും നിന്റെ മഹാവിസ്തരമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്ന ക്രൂപന്മാരുടെയും നിനക്ക് കാതിശു പാടുന്ന ശ്രോപന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവം തമ്പുരാനെ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാദ്യമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്ന് സമൃദ്ധമായ ശ്രീമണ്ണാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആളുകളിൽ നിന്റെ അനുഗ്രഹങ്ങളെ നീ തിരിഞ്ഞു കൊടുക്കണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നിരുന്നും വാസം മേളിക്കുമാറാകണമേ. കർത്താവേ, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ രൂപ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്നതിനെ ശുദ്ധീകരിക്കുകയും അനീതിയിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കിയ ശിരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മീൻ.
ആകാശത്തിന്റെയും ഭൂമിയുടെയും സഹോദരന്മാരെ, ഗുരുക്കന്മാരെ, എന്നോട് ക്ഷമിക്കണമേ. ഈ കുർബാന കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയും സകലത്തെയും ജീവിക്കുന്ന Namaskar,
ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാഥനായ ഉന്നതനും അദൃശ്യനുമായ ദൈവം തമ്പുരാനെ, നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ വിതയ്ക്കണമേ. ആയുഷ്കാലം മുഴുവൻ നിന്നോടുള്ള സ്നേഹവും ഇഷ്ടമുണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെനിക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാരോഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമേൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Let us give peace to one another, everyone to his neighbor, with the holy and divine kiss and the love of our Lord and our God. After this holy and divine peace has been given, let us now bow our heads before the merciful. ഞങ്ങൾ തിരുമുമ്പാതല വിളിച്ചു വണങ്ങിക്കൊണ്ട് ഹൃദയവേദനയോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ജീവൻ നൽകുന്ന നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങളിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമേൻ കർത്താവേ, നീ ഞങ്ങളുടെ നേരെ തിരിഞ്ഞ എളിയവരും നിന്റെ ദാസരുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ വിശുദ്ധ ബലി രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇത് ഞങ്ങൾ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ
മനുഷ്യന്മാരുടെ ശ്രേഷ്ഠതയെ സ്തുതിച്ചു പോട്ടുന്നതായ സമയത്ത് ഞങ്ങളും ഉന്നത ശബ്ദത്തിൽ കാതിശുപാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. മനസ്സോടെയുള്ള കഷ്ടാനുഭവം നിർവഹിക്കുവാൻ കർത്താവ് തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് പിതാവിനെ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും നിങ്ങൾക്ക് നിത്യജീവന് വഴിയാഹാരമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. പ്രഭാതത്തിന്റെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും മിതമായി ചേർത്തുണ്ടാക്കിയ കാസയും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇവയെ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയെ നിങ്ങൾ അനുസരിച്ചുകൊള്ളു എന്ന് കർത്താവരോട് കൽപ്പിച്ചു. കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കുന്നു. നിന്റെ മനുഷ്യാവതാര സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്നു. സംഭ്രമജനകമായി നിന്റെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീയിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ നീ ഓർക്കരുതേ. പിന്നെയോ ദയാപൂർവം ഞങ്ങളെ നോക്കി ഞങ്ങൾ എല്ലാവരോടും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിന്നോട്
കർത്താവേ, എന്നോടു നീ ഉത്തരമരുളണമേ. കർത്താവേ, എന്നോടു നീ ഉത്തരമരുളണമേ. എന്റെ കർത്താവേ, എന്നോട് ഉത്തരമരുളി. ഉത്തമനേ ദേവതോ, നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. അനുഭവിക്കുന്നവർക്ക് സംരക്ഷണവും ശക്തിയും നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി തീരണമേ. ആയതിന്റെ വിചാരണ കൃപയാലും കരുണയാലും മനുഷ്യ സ്നേഹത്താലും സാധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവരോട് നിൽക്കുന്നതിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമേ. സത്യവിശ്വാസികളായ ശേഷമുള്ള സഹനിസ്കർമ്മന്മാർക്ക് വേണ്ടിയും മഹാത്മാവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായിട്ടാണ് നാം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ബലഹീന മധ്യസ്ഥതയിൽ ഇന്നാർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചിരിക്കുന്നു. അവരെയും അർപ്പിക്കുവാൻ കഴിയാതെ പോയവരെയും ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ അവരുടെ പ്രാർത്ഥനകളെയും വഴിപാടുകളെയും കൈക്കൊള്ളണമേ. അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. അവർ നിനക്ക് നിന്റെ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമേൻ. Preserved by God, and for the unity and prosperity of all the faithful members, that they may continue in virtue. Let us beseech the Lord. കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കോപവടികളിൽ നിന്നും മഹാവ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീ ഞങ്ങൾക്ക് സങ്കേതസ്ഥാനവും സഹായമായിരിക്കണമേ. ഞങ്ങളിലും നിന്റെ ഏകജാതം നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമേൻ. Again, remember all the
clergy and the faithful people, that they may abound in virtue. Let us beseech the Lord. കർത്താവേ, വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരുളണമേ. പാപങ്ങളെ ശാപതിയിൽ നിന്നവരെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളെനിക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ Barkimore, again we commemorate her, who is worthy of being called blessed, and next of all the generations of the earth, holy, glorious, and blessed, ever virgin and blissful, Mary, the Mother of God. Along with her, let us remember also the prophets and the apostles, the preachers and the evangelists, the martyrs and the confessors, the blessed Saint John the Baptist, the forerunner of his master, and illustrious Saint Stephen, chief of the deacons, and the first of the martyrs, and the exalted Saint Peter and Saint Paul, chief among the apostles, and our father Saint Thomas. Let us remember at the same time the whole company of saints, both men and women. May their prayers be to us a refuge. Let us beseech the Lord. കർത്താവേ, തിരുവിഷ്ണു നിറവേറ്റിയ സകല പരിശുദ്ധന്മാരെയും നിന്റെ ഏകപുത്രന്റെ മാതാവിനെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ഞങ്ങളുടെ പിതാവായ മാർ ഗീവർഗീസ് സഹദായെയും ഞങ്ങളുടെ പരിശുദ്ധന്മാരായ മാർ ബസേലിയോസിനെയും മോർ ഗ്രിഗോറിയോസിനെയും മോർ ദിവനാസിയോസിനെയും നീ ഓർക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് രക്ഷയും സഹായവും നൽകണമേ. ഹോശോ വബുകുല സുബാൻ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ട് നിരന്തരം പ്രാപിച്ച് വിശ്രമിക്കുന്നവരെ നിഖ്യാലും ക്രിസ്തുവിനോ പോലീസിലും പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസംഘദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും ബൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചതുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീകായും സദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അഥാനാസ്യോസും യൂരിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഇലെക്സീനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശിഖിരിയായി തീർന്നുവന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഗൗരവമായ പ്രസിദ്ധനായ മാർഗോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാലും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജർ സ്ഥലവും മറിയാം ദേവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സേവ്യരോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാവാൻ യാക്കോബ് വൃദ്ധാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ സഹാബും മാർ ബാലായും ദുഃഖന്മാരും തലവനായ മാർ ബർസവുമായും മാർ ശിമോൻ ക്രിസ്തുവിനെയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വളും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ പിള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയിൽ ശരിയായ സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെ നീ ഓർക്കണമേ. സ്വീകാര്യോഗ്യമായ അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുണയോട് ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങളിനും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഹോശോ വബുകുൽ സുബാൻ ലോൽമേ ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാം സ്നേഹത്തോടും സദ്വിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരുന്ന വിശ്വാസികളായ സകല പോയവരെ നിങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും വൈദ്യുതികളെയും തന്റെ അടുത്തിലേക്ക് അടുത്ത കുടുംബമായ ദൈവമായ മനുഷ്യരോട് ധാരാളമായി തന്റെ അനുഗ്രഹം മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും വഴിവെക്കാനും നമ്മയും അവരെയും തന്റെ സൗകര്യമായിട്ടും ചേർക്കണമെന്നുമായിട്ട് നാം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറേലായിസോൻ നടത്തി പറയണം. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചവരുടെയും നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളോട് കൂടി ചേർക്കണമേ. ഞങ്ങളുടെയും അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കരുതേ. ശരീരികളായവർ നിന്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായല്ലാതെ പാപത്തിൽ നിന്നല്ലായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ പിതാവായിരിക്കുന്ന സകലമനുഷ്യരെയും മനസ്സോടും അറിവോടും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പാപികളും വലിയവരുമായ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശക്തിയേറി നിന്റെ വലതുകൈ നീട്ടി പാപക്കണികളിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതിരുമ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും മനസ്സിലുമായ മണവറിലേക്ക് നയിക്കണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും മധ്യവുമായ നാമങ്ങളെ നിന്റെ ഏകപുത്രനോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തുവാനിടയായി തീരണമേ. ഹോശോ വബുകുൽ സുബാൻ ലോൽമേ. ആമേൻ. തന്റെ തിരുനാമത്തിനും ചെയ്യുന്നു. ആമേൻ. ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്നെ വിളിക്കും. ആ
പ്രാർത്ഥിക്കണം. കർത്താവേ, മേലുള്ളവരും താഴെയുള്ളവരും ആത്മീയരും മൺമേലും നിന്നെ വന്ദിക്കുന്നു. ബലഹീനരും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് യാചിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ സകല അശുദ്ധതയിൽ നിന്നും അനീതിയിൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. നമ്മളും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവാം ദൈവം തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ മഹാകരുണ ഞങ്ങളെ ചൊരിയണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻലോൽമേ ബാറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. Before receiving these holy mysteries that are offered, let us again bow our heads before the merciful Lord. കർത്താവേ, ഇപ്പോൾ തിരുവമ്പാകതലവംശത്തിന്റെ കരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അതിന്റെ ജനങ്ങളെ ദർശിക്കണമേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അവരുടെ ഉത്തമയാചനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങളിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻലോൽമേ ബാറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദവും മന്യവും സാരാംശവുമായിരിക്കുന്ന
ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പൂർവ്വത്തോടും നിറയോടും കൂടെ നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ശുഭഹോ കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. അനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. രാജഭാമിനിയും ജനമോ
നിന്നാചാര്യന്മാരും മഹിമയ നിന്നയമാരും ഹാലേ ലുയ്യാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം Now
Receiving Holy Communion, please repeat after me. Barkimor, make us worthy, O Lord God. Make us worthy, O Lord God. To receive you with holiness. To receive you with holiness. By the food of your holy body. By the food of your holy body. Our lust may be lulled. Our lust may be lulled. And by the drink of your living chalice. By the drink of the living chalice. Our passions may be quenched. Our passions may be quenched. And by you. And by you. We may become worthy of the absolution of death. We may become worthy of the absolution of death. And the remission of sin. And the remission of sins. Our Lord and our God, forever. Amen. Our Lord and our God, forever. Amen. Yeah.
ഞങ്ങൾക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ദൃശ്യങ്ങൾ അനുഭവിച്ച നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. രക്ഷിതാവുമായ യേശുമിശിഹായെന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇതിനെ കൊടുക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരും സംബന്ധിക്കുവാനുള്ളവരുടെ മേലും ഇവ അനുഭവിച്ചവരുടെ മേലും അനുഭവിക്കുവാനുള്ളവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ പാലം ചെയ്ത് ുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരുടെ മേലും നീ അനുഗ്രഹം ചെയ്യണമേ. മഹത്വവും വിസ്മയവുമായ നിക്ഷേപം ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ ആരാക്കി തീർക്കണമേ. ഞങ്ങളിലും നിന്റെ വിജാതം നിന്റെ പരിശുദ്ധാർഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാലോൽമേ ബാറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Furthermore, after I have received these holy mysteries which have been administered, let us again bow ourselves before the merciful Lord.
പരിഹാരം നൽകണമേ. നിന്റെ ഇടവകയുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ധനവാന്മാരെ ദാനശീലരാക്കണമേ. അനാഥരെ സംരക്ഷിക്കണമേ. ദരിദ്രന്മാരെ സഹായിച്ചു പുലർത്തണമേ. ആവശ്യക്കാരുടെ കുറവുകളെ നീ പരിഹരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാർവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാവുന്നു. ഓശോ വബുകുല സുബാൻലോൽമേൻ സറായിനാരാധിപ്പാൻ കൂടാരത്തെ പണിതതു പാവനമാക്കാൻ മോശയോടോദിയ ദേവാ അതിനെ വൈദിക വൃത്തികളാൽ നിൻ ആലയമാക്കി ആരാധകരം ആർജിച്ചൊരു പോൽ കൃപയും തുണയും ഇതുപോലടിയാകൂദാശയതിൽ ചെയ്താരിന്നാൾ ആരാധകതൻ രക്ഷകീശ പാകണമിവിടെ തുണയതിനേകിയോരെല്ലാം പേർക്കും ശുഭമേ ഗണമേ. വന്നിഞ്ഞു സദാ വന്നിച്ചിടുവോ കരുളുക ഭാഗ്യം. യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ. യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ. യേശു ബലപ്പെടുത്തി യേശു സൂക്ഷിക്കാം. യേശു ദോഷിയെ ഞങ്ങളിൽ നിന്നകറ്റണമേ. യേശു അറിഞ്ഞവും പാപവും മോചിക്കാം. യേശു വിധിദിവസം കരുണ തോന്നണമേ. സെലോൻ ബസ്ലോമോ ഹാഹായും ഹബീബായും ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവായ യേശുമിശിഹായുടെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ ത്രിത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടു കൂടി പോകുകയും സമീപസ്ഥന്മാരോട് ദൂരസ്ഥരും മരിച്ചവരോട് ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീപായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമായാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ പരിശുദ്ധ ത്രിത്വങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയവരെ തന്നെ ആശ്വസിപ്പിക്കും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയിൽപ്പെട്ട് സഹായിക്കപ്പെടുവാനിടയായി തീരട്ടെ. നിങ്ങൾ സന്തോഷ സമാധാനത്താൽ പോയി എന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയും. He leads me beside still waters. He restores my soul. He leads me in the right paths for his name's sake. Even though I walk through the valley of the shadow of death, I fear no evil. For you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup
overflows. Surely goodness and mercy shall follow me all the days of my life, and I shall dwell in the house of the Lord forever. And to you belongs the praise, O God, body more. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം അടുത്ത് വന്നിരിക്കുകയാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിലെ എല്ലാ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരെ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം ഘോഷിക്കുവാനായി പറഞ്ഞുവിടുന്നതായ ഭാഗങ്ങളാണ്. സ്വർഗാരോഹണ പെരുന്നാളിൽ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പെന്തിക്കോസ്തി പെരുന്നാളിലും ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവർത്തിച്ചു. അവരെ ശക്തിപ്പെടുത്തി അവരെ ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനായി പറഞ്ഞുവിടുന്നതായ ഭാഗമാണ് ഈ ആഴ്ചകളിലൊക്കെയും നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ആധുനിക ലോകം എന്ന് പറയുന്നത് പല പുതിയ തിരിച്ചറിവുകളുടെയും കാലമാണ്. പുതിയ ജീവിത ശൈലിയുടെ കാലമാണ്. പലതും നമുക്കറിവില്ലാതിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. സാധാരണ പറയും, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടായിരുന്നു. ഇത് നാം ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ആധുനിക ലോകം ഇന്ന് കടന്നു പോകുന്നത്. നാം ആ ലോകത്തിന്റെ ചര്യകളോട് നാം ഇന്ന് പൊരുത്തപ്പെട്ടു പോവുകയാണ്. എന്ത് നമ്മൾ ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു, അത് ചെയ്യണമെന്ന് ഇന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുമിച്ച് കൂടണമെന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് ആധുനിക ലോകം പഠിപ്പിക്കുന്നു, ഒരുമിച്ച് കൂടരുതെന്ന് പഠിപ്പിക്കുന്നു. ഇങ്ങനെ മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ആധുനിക ലോകം ഇന്ന് കടന്നു പോകുന്നത്. ഇവിടെയാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി യാചിക്കുവാനായി ദേവാലയത്തിൽ ആയിരിക്കുന്നു. കർത്താവായ യേശു മിശിഹാ തമ്പുരാൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി അവരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവരോട് പറയുന്ന ചില വസ്തുതകളായിരുന്നു ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വാക്യം നമുക്കെല്ലാം വളരെ പരിചിതമായ ഭാഗങ്ങളാണിത്. കാരണം പല തവണകളിലായി നമ്മൾ ഈ ഭാഗങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഭാഗത്തോട് ചെറിയ 2 ചിന്തകൾ മാത്രം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമേ ഓർമ്മിച്ചു, സ്വർഗാരോഹണം കഴിഞ്ഞു, പെന്തിക്കോസ്തി പെരുന്നാൾ കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുമൊക്കെയും ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം അനുഭവിച്ച ആളുകളാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർത്തീകരണത്തിലും നൽവരവും പ്രാപിച്ചിരിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ. ഇവിടെ ഈ വേദഭാഗം നമ്മോടാണ് സംസാരിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും ഇന്ന് ആത്യന്തികമായി ഈ വേദഭാഗം എന്നോടും നിങ്ങളോടും വ്യക്തിപരമായി സംസാരിക്കുന്ന വേദഭാഗമാണ്. വേദഭാഗം ഞാൻ വിസ്തരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗത്തു നിന്നും 2 ചെറിയ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 2 ചോദ്യങ്ങൾ. ആ ഭാഗം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? 12 ശിഷ്യന്മാരെ അയച്ച് അവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുക. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ചെല്ലുവാൻ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് അയക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ കാണാതെ പോയ ആടാണോ? ആർ യു ദ ലോസ്റ്റ് ഷീപ്പ്? നിങ്ങൾ കാണാതെ പോയ ആടാണെങ്കിൽ എന്നെ നിങ്ങളെ തേടി സ്നേഹനദിയായ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് സ്വയമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് സാധിക്കണം. എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടലിന്റെ അനുഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്.
എന്നോടും നിങ്ങളോടും വ്യക്തിപരമായി ചോദിച്ചാൽ നമ്മളെല്ലാം പറയും, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടലിന്റെ അനുഭവമില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എപ്പോഴും നമ്മളെല്ലാം അവകാശപ്പെടും. പക്ഷേ ജീവിതത്തിന്റെ പരിപരിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില നിമിഷങ്ങളിൽ നാം ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളായി പലപ്പോഴും ആയി പോകാറുണ്ട്. ഇവിടെയാണ് ഒരു തിരുത്തലിന്റെ ആവശ്യമുണ്ടാകുന്നത്, ഒരു വിചിന്തനത്തിന്റെ ആവശ്യമുണ്ടാകുന്നത്. ഇവിടെയാണ് ഞാൻ നഷ്ടപ്പെട്ടു പോയവനാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിച്ചു വരുവാൻ, ഒന്ന് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനവുമായി കർത്താവ് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കാതോർക്കാം, നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളെ മാറ്റാം, നമ്മുടെ ജീവിതത്തിന്റെ തെറ്റായ രീതികളെയൊക്കെ ഒന്ന് മാറ്റി നമുക്കൊരു തിരിച്ചുവരവ് നടത്തുവാൻ തക്കവണ്ണമുള്ള സമയമാണ് എന്നുള്ളത് ഓർപ്പിക്കുവാൻ ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം തന്നെ നഷ്ടപ്പെട്ടു പോയവയെ അന്വേഷിക്കുന്ന ഒരു അധ്യായമായിട്ടാണ് കാണുന്നത്. അവിടെ 3 തരം നഷ്ടപ്പെടലിനെ പറ്റിയാണ് പറയുന്നത്. ഒരു മനുഷ്യന് 100 ആളുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99നെയും വിട്ട് ഒന്നിനെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ദൈവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൾ വിളക്ക് തെളിച്ച് വീട് മുഴുവനും അടിച്ചു വാരിയതിനെ കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ പറ്റി അവിടെ പറയുന്നു. 3ാമതായിട്ട് പറയുന്നു മുടിയനായ പുത്രന്റെ കഥ. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ മകൻ അവന് കിട്ടാനുള്ളതൊക്കെയും മേടിച്ച് ദൂരദേശത്തേക്ക് പോയി. അവൻ വീണ്ടും അനുദപിച്ച് തിരിച്ചു വരുന്ന ഒരു കഥ പറയുന്നു. 3 വ്യക്തികളുടെ അനുഭവങ്ങളാണ് അവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവർ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ആയിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഇവിടെയാണ് ഈ നഷ്ടപ്പെടുത്തലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെടുത്തലിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനമായി കാണുവാനായിട്ട് സാധിക്കണം. നഷ്ടപ്പെടൽ എന്ന് പറയുമ്പോൾ ഭൗതികമായ നഷ്ടപ്പെടലിനെ പറ്റിയല്ല പറയുന്നത്, ആത്മീകമായ നഷ്ടപ്പെടലിനെ പറ്റിയാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഈ ആത്മീകമായ നഷ്ടപ്പെടലുകൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങളും ഇന്ന് ദൈവസന്നിധിയിൽ ഈ തിരുനിവാസത്തിന്റെ മുമ്പിൽ ധൈര്യവും പ്രത്യാശയോടും കൂടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുവാനിടയാണ്. നമുക്കറിയാം, ലോകം മഹാവ്യാധിയിൽപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്നതായ, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും ഒക്കെയും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നതായ വേദനാജനകമായ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ഇവിടെയാണ് എന്നെയും നിങ്ങളെയും ഈ തിരുനിവാസത്തിന് മുമ്പാകെ ദൈവം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് മടങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറ്റങ്ങളും ബലഹീനതകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബലഹീനതകളെ മാറ്റി കർത്താവേ ഞാൻ പാപിയാകുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി ആ കൃപാസനത്തിന്റെ അടുത്തേക്കൊന്ന് അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഈ ഒരു തിരിച്ചറിവാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇന്നത്തെ വായന നമ്മോട് ആഹ്വാനം ചെയ്യുന്നതാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഞാൻ നിങ്ങളും നഷ്ടപ്പെട്ടു പോയവരാണോ എന്ന് അന്വേഷിക്കണം. ഞാൻ നിങ്ങളും നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ നമുക്ക് നമ്മെ സ്നേഹിക്കുന്നവനായ ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം, ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം, ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അതുകൊണ്ടാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി മുറിക്കുവാൻ യോവേൽ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം. പാപത്തിന്റെ അഴുക്കുണ്ടെങ്കിൽ അതിനെ മാറ്റി കർത്താവേ നിന്ന് നമ്മുടെ വസ്ത്രത്തെ അണിയിക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ തിരുനിവാസത്തിന്റെ മറവിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ശക്തിയുള്ളതാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ എന്റെ ചോദ്യം അവിടെ പറയുന്നു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പട്ടണത്തിൽ പോകണം, പട്ടണത്തിൽ ചെന്ന് നിങ്ങൾ താമസിക്കുവാനായിട്ട് ഒരു വീട് കണ്ടുപിടിക്കണം. ഒത്തിരി വീടുകളൊന്നും പോകരുത്, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തും മാറി മാറി പോകരുത്, ഒറ്റ വീടേ കണ്ടുപിടിക്കുക. നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം പറയണം.
നിങ്ങൾ സമാധാനം പറയുമ്പോൾ അവിടെ ഒരു സമാധാനത്തിന്റെ പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം അവിടെ നിൽക്കുന്നു. അവിടെ സമാധാനത്തിന്റെ പുത്രനില്ല എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം, നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കർത്താവ് ശിഷ്യന്മാരോട് പറയുക, എന്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിന്റെ ഭവനം സമാധാനത്തിന്റെ ഭവനം. നമ്മളെല്ലാം കേട്ടുപരിചയിച്ചിട്ടുള്ള വാക്കുകളാണ് സമാധാനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവോളം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സമാധാനം. പക്ഷെ അത് ചുമ്മാതെ. നമുക്ക് ആർക്കും സമാധാനമില്ലാത്ത ആളുകളാണ്. സമാധാനം എവിടെ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തോട് കിടക്കുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് ചുറ്റുപാടും കാണുവാനായിട്ടുള്ളത്. സമാധാനം എന്ന് പറയുന്നത് അവനവൻ സൃഷ്ടിക്കുന്നതാണ്, ആരും തരുന്നതല്ല. അത് തരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ തരുന്ന സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് യേശു തമ്പുരാൻ മാത്രമേ ദിവ്യമായ സമാധാനം നൽകിയിട്ടുള്ളൂ. പക്ഷെങ്കിൽ ലോകം എന്നെ നിങ്ങളെ മാടി വിളിക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരാം, ഞങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകം എന്നെ നിങ്ങളെ മാടി വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ സമാധാനം താൽക്കാലികമാണ്. എന്നാൽ ക്രിസ്തു തരുന്ന സമാധാനമോ അത് എന്നേക്കും നിലനിൽക്കുന്ന സമാധാനമാണ്. എങ്ങനെയാണ് ഈ സമാധാനം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്? നമുക്കറിയാം, ഞാൻ നേരത്തെ ഓർമ്മിച്ചിട്ടുള്ളതാണ്. സമാധാനം എന്ന് പറയുന്നത് രണ്ട് വാക്കുകളാണ്: സമം അധികം ആധാനം. ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. ആധാനം എന്ന് പറഞ്ഞാൽ തൂണുകൾ. തൂണുകൾ സമമായിരിക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും. ഒരു വീടിന്റെ തൂണുകൾ സമമായിരുന്നെങ്കിൽ മാത്രമേ അതിന്റെ ഉത്തരക്കൂട്ടുകൾ അതിന് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കൂ. തൂണുകൾ പല ഷേപ്പിലാണെങ്കിൽ അതിന്റെ ഉത്തരം ശരിയായി അതിൽ പിടിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ വീട് ശരിയായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാവുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഭവനമാകുന്ന വീടിന്റെ അടിസ്ഥാനവും. നമ്മുടെ ഭവനമാകുന്ന വീടിന്റെ രണ്ട് തൂണുകളാണ് മാതാവും പിതാവും, ബാക്കി തൂണുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ തൂണുകളെല്ലാം ഒരുപോലെ ഇരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഭവനത്തെ പണിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ തൂണുകൾ ഒരുപോലെയാകാതെ, ഈ തൂണുകൾക്കൊക്കെയും പല നീളവും വീതിയിലും ഒക്കെയും പല പല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഇവിടെയാണ് ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്, സമാധാനം കേൾക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിലും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഈ സമാധാനം ഇല്ല എന്ന് പറയുവാനായിട്ട് തോന്നുന്നു. നിങ്ങൾ തന്നെ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഈ ആധാനം സമമായിട്ടാണോ ഇരിക്കുന്നത്? അതുപോകട്ടെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ ഈ സാമൂഹിക ജീവിതത്തിൽ വ്യക്തികളാകുന്ന തൂണുകൾ ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഒരുപോലെയല്ല എങ്കിൽ അവിടെ സമാധാനം കാണുവാനായിട്ട് ഇടയാവുകയില്ല. അത് കുടുംബങ്ങളിലായിരുന്നാലും സമൂഹങ്ങളിലായിരുന്നാലും തൂണുകൾ ഒരുപോലെ ആക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അത് ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെങ്കിൽ ഒരുപോലെ ആയി തീരുവാൻ തക്കവണ്ണം, ഒരേ ശബ്ദത്തിൽ പറയുവാൻ തക്കവണ്ണം, മാതാവായിരുന്നാലും പിതാവായിരുന്നാലും സമൂഹമായിരുന്നാലും ഒരുപോലെയാകുമ്പോൾ അവിടെ ഒരു ഡിസിഷനേ ഉള്ളൂ, അവിടെ സമാധാനം ഉണ്ടാകും. കർത്താവ് പഠിപ്പിക്കുന്നു, ഉദ്ധാനം ചെയ്ത കർത്താവ് പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ പ്രയാസത്തിന്റെയും വേദനയുടെയും ആകുലതയുടെ നടുവിലിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ തരുന്ന സമാധാനം എന്നേക്കും നിലനിൽക്കുന്ന സമാധാനമാണ്. ആ ദിവ്യമായ സമാധാനത്തെ അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഈ ദേവാലയത്തിൽ തിരുനിവാസത്തിന്റെ മുമ്പിലേക്ക് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. കർത്താവിന്റെ ഖബറ്, ഉദ്ധാനം ചെയ്ത കർത്താവ് ഈ ഖബറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് വിളിച്ചു പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ ഭക്താക്കന്മാരായെങ്കിൽ മാത്രമേ ആ സമാധാനം മേടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭവനത്തിൽ സമാധാനം പറയുമ്പോൾ അവിടെ ഒരു സമാധാനത്തിന്റെ പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം ലഭിക്കും. പട്ടക്കാരൻ പരിശുദ്ധ രഹസ്യങ്ങളിൽ നിന്നും സമാധാനം ജനങ്ങൾ കൊടുക്കുമ്പോൾ, ജനം സമാധാനമുള്ളവരാണെങ്കിൽ മാത്രമേ ആ സമാധാനം നിങ്ങളിൽ നിലനിൽക്കുകയുള്ളൂ. സമാധാനം കൊടുക്കുന്ന എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം.
പട്ടക്കാരൻ വാരിയെടുത്ത് സമാധാനം കൊടുത്തു. അത് പോകല, തിരിച്ചു കൊണ്ടുവരും. കാരണം അത് പോയി അവിടെ പോയി നിൽക്കുവാനുള്ളതല്ല. അത് തിരിച്ചു വരുന്നവരെ മേടിച്ച് തിരിച്ച് അവിടെ കൊണ്ടുവെക്കും. അപ്പൊ സമാധാനം അത് വിടുകയില്ല. സമാധാനം അത് മേടിക്കുവാനായിട്ട് യോഗ്യതയില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സമാധാനം നിങ്ങളിൽ നിലനിൽക്കുകയില്ല. അത് തിരികെ പോരുന്നതായി കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സമാധാനത്തിന്റെ വക്താക്കന്മാരായി ജീവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി തീരണമെന്നുള്ള ആഗ്രഹം എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? സമാധാനം നടത്തുന്നവനായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അല്ലെങ്കിൽ എന്റെ പുത്രനും പുത്രിയും എന്ന് പറയുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും കുടുംബ ജീവിതത്തിലായിരുന്നാലും സമാധാനം പരത്തുന്നവനാണോ? സമാധാനത്തിന്റെ പുത്രനാണോ? സമാധാനത്തിന്റെ പുത്രിയാണോ? സമാധാനത്തിന്റെ പുത്രിയാണെങ്കിൽ നമ്മെ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും എന്നുള്ള പദവി. നമ്മെ സംബന്ധിച്ചിടത്തോളം ദേവാലയം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ആ ദേവാലയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രിമാരും എന്നുള്ള ആ ഒരു ടൈറ്റിലിൽ കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് യാചിക്കുവാനും കരയുവാനും നമുക്കെല്ലാവർക്കും ഇടയായിത്തീരണം. കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച 2 കാര്യങ്ങൾ അതായി. ഒന്ന്, നിങ്ങൾ കാണാതെ പോയ ആടുകളെ കണ്ടെത്തുവാനായിട്ട് ചെല്ലണം. 2, സമാധാനം ആശംസിക്കുക. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. കാണാതെ പോയ ആടാണോ, നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാണോ എന്ന് അന്വേഷിക്കണം. സമാധാനമില്ല എങ്കിൽ സമാധാനനാഥനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ തക്കവണ്ണം സാധിക്കണം. ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും അത് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ